ഹലോ ചാനലുകളെ, ഞാൻ നിങ്ങൾ സ്വന്തം ആളക്കാർ റഹീമ കൊച്ചു. അപ്പോൾ ഞാൻ ഇന്നത്തെ ചെറിയൊരു വിശേഷത്തിലേക്ക് വന്നേക്കാം കേട്ടോ. ഞാൻ ഇരിങ്ങാലക്കുട പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കരിങ്ങീച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടുത്തെ ഇന്നലത്തെ മഴയിൽ ഇന്നലെയും ഇന്നൊക്കെ നിർത്താണ്ട് പെയ്ത മഴയിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയൊക്കെയാണ്. വണ്ടി മാറ്റട്ടെ, അവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. അപ്പോൾ ചങ്കൾ ഇവിടുത്തെ കാഴ്ച ഭയങ്കര കാഴ്ചയാണ്. അപ്പോൾ ഞാൻ കാലത്ത് ഇതിൽ കൂടെ പോകുമ്പോൾ ഇവിടെ റോഡ് നിറഞ്ഞു കിടക്കായിരുന്നേ. അപ്പോൾ തിരിച്ചെന്നപ്പോഴേക്കും വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് കാണാം. നമ്മുടെ കരിങ്ങീച്ചിറ കേട്ടോ, കരിങ്ങീച്ചിറ പാടത്ത് വെള്ളം കയറിയൊക്കെയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ ചേട്ടന്മാരെ കുറേ പേര് വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. കാരണം ഇഷ്ടംമാതിരി മീനാണ് ചങ്കളെ. അപ്പോൾ കാറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാറ് തട്ടിയിടും. സുമി നീ മറിക്കോ, എൻ്റെ ക്യാമറാമാനൊക്കെ സുമീനൊക്കെ നല്ല രസം കാറ് കണ്ടതാണ് നീക്ക്. അപ്പൊ ചങ്കളി ഞാനെടുത്ത് കാഴ്ചയൊക്കെ കാണിച്ചതൊക്കെ വാ. അപ്പം ഇതാണ് അവസ്ഥ. നമ്മുടെ പാടത്ത് വെള്ളം കയറിയേക്കണതിൻ്റെ ചങ്കകൾ നമുക്ക് കാണുമ്പോൾ നമ്മളെപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു രസമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ വെള്ളമൊക്കെ കയറിയിട്ട് അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അതൊരു വിഷമമാണ് നമുക്ക് ആലോചിക്കുമ്പോൾ. ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഈ മഴ പെയ്ത് തോർന്ന് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക ചങ്കളെ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ വെള്ളക്കെട്ടുകളുടെ അടുത്തൊക്കെ താമസിക്കുന്ന കുറേ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ മഴ പെയ്ത് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. അപ്പം എൻ്റെ കൂട്ടുകാരത്തെ സുമി ഈ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയോട് കൂടി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഇതൊക്കെ ഒരു നല്ലൊരു കാഴ്ചയാണ് അവളെ സംബന്ധിച്ച്. കാരണം അവർക്കുടെ വീടിൻ്റെ അടുത്തൊന്നും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലും. പക്ഷെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ളതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമമാണ് കാണുമ്പോൾ. പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഒരു പേടിയാണ്, അറിയാലോ. ഈ സമയത്ത് വെള്ളത്തിലൊന്നും ആരും ഇറങ്ങാതിരിക്കുക നല്ലത്. ഏത് സമയത്ത് എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കരിങ്ങീച്ചിറ പാടത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് കേട്ടോ ചങ്കളെ. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരത്തി ചേച്ചിയാണ് വരുന്നത്. ആ, നിങ്ങളുടെയൊക്കെ വീട് അവിടെയാണോ? ആണോ? വെള്ളം കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി ചങ്കളെ, അതിൽ കൂടെ ഒന്ന് 2 വീലർ ഒന്ന് അങ്ങോട്ട് പറപ്പിച്ചാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, 2 വീലർ എടുത്തൊന്ന് പറപ്പിച്ച് നോക്കി. നല്ല സ്ലോ മോഷനിൽ തന്നെ പറപ്പിച്ചത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ വെള്ളത്തിൽ കൂടെ അങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിക്കാനായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ നിറച്ചും വെള്ളമുണ്ട്. ആ വഴിക്ക് അതാരും പോയില്ല, ചുമ്മാ ഇവിടെ മാത്രം ഇട്ടൊന്ന് ഓടിച്ചു നോക്കി. അടിപൊളിയല്ലേ ചങ്കളെ? അപ്പോൾ ചങ്കളെ നമ്മൾ പോകുകയാണ്. നമ്മൾ വെള്ളത്തിൻ്റെ കാഴ്ചകൾ കണ്ടില്ല, അടിപൊളി കാഴ്ച. അപ്പോൾ ഈ വെള്ളം കാണാൻ വേണ്ടി കൊടുത്തവർ വന്ന ചങ്കളെ. ഓ എൻ്റെ പോലെ രാവിലെ ഇതൊന്നും അല്ലായിരുന്നിട്ട് ചങ്കള ഒട്ടുക്കത്തെ വെള്ളമായിരുന്നു. അവിടെ ആൾക്കാർ മീൻ പിടിക്കാണ്ട് കണ്ടോ. അത് കാണിച്ചതൊന്ന് ജസ്റ്റ് കണ്ട, നിറച്ചും മീൻ പിടിക്കാൻ ആൾക്കാർ. എൻ്റെ തിരക്കിൽ മീൻ കയറി നോക്കാം. അയ്യാ അത് പിടിച്ച ഫ്രണ്ട് പിടിച്ചോട്ടാ. ആണ് എൻ്റെ അമ്മേ. അത് കാണിച്ചേ കണ്ട, ആൾക്കാർ മീൻ പിടിക്കാൻ വന്നേക്കുന്നുണ്ട് ചങ്കളെ. ഇത് നമ്മുടെ ഇതേ കടപ്പൂക്കര പാടണി കാണിട്ടുണ്ട്. കടപ്പൂക്കര, ഇതാണ് നമ്മുടെ കടപ്പൂക്കര പാടത്തിൻ്റെ അവസ്ഥ നീ കാണുന്നത്. ഇനി ഒരു മഴ കൂടി പെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അങ്ങോട്ടേക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല ചങ്കളെ. അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നതാ, ഇഷ്ടംമാതിരി മീൻ രാവിലെ തന്നെ കിട്ടണതാ. അപ്പോൾ ഓക്കെ ചങ്കളെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാട്ടാ. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണിച്ചെന്താണ്. അപ്പോൾ നമ്മുടെ സുമിക്കുട്ടിന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്, വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കടപ്പൂക്കര പാടാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. പോവാ. ഇത് ഭംഗിയല്ലേ കാണാൻ? നമുക്കിന്ന് കാണുമ്പോൾ ഭയങ്കര ഇത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ എല്ലാം ഇതുപോലെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കല്ലോ. പാവുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. എത്ര ദിവസം കഴിയണല്ലോ അവർക്കൊക്കെ. ഇനി ഈ ഒരു വർഷക്കാലം കഴിയണം മറ്റൊക്കെ ശ്വാസം നേരെ വീഴുന്നു.
Hello everyone, subscribe RK Angels YouTube channel.